എന്തായാലും നിങ്ങളോടൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ലേലത്തിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ മതി. അച്ഛനും മോളും കൂടാ പോന്നേ. അതെന്തിനാ കൃഷ്ണമോളെ കൂട്ടുന്നത്? ഞാൻ ചില പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്ന കാര്യം ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലേ. ഏതെങ്കിലും നല്ലൊരു ഓപ്ഷൻ വന്നാ അതിന് കൈ കൊടുക്കാന്നാ ഞാൻ തീരുമാനിച്ചിരുന്നേ. മോളെ കൃഷ്ണേ, ഈ കച്ചവടത്തെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളതാണല്ലോ മോക്ക്. അതിനെപ്പറ്റി എന്താ നിന്റെ അഭിപ്രായം? പറയേ. എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ടൂറിസം വകുപ്പിന്റെ കുറെ പ്രോജക്റ്റുകളുണ്ട്. കുറെ ബീച്ച് റിസോർട്ട്, അതിനനുബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. അത് ഒരു ടെൻഡറാ. 5 വർഷത്തെ കാലയളവിൽ കുറച്ച് വൈവിധ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കില്ലേ? പറഞ്ഞോളെ. അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആളുകളിപ്പോ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് വിനോദത്തിനാ, പ്രത്യേകിച്ചും കൊറോണ കാലത്തിനൊക്കെ ശേഷം. അതെന്താ കൊറോണ കാലത്തിന് ശേഷം? എനിക്കത് മനസ്സിലായില്ല. അത് ഇത്രേ ഉള്ളൂ. അതുവരെ ആളുകള് കിട്ടുന്ന കാശൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി കാത്തുവെച്ചു. കൊറോണ വന്നപ്പോ ഒരു പ്രതീക്ഷയില്ലാത്ത മരണങ്ങളൊക്കെ നടന്നപ്പോ ആയുസിനെ കുറിച്ച് എല്ലാവർക്കും ടെൻഷനായി. പിന്നെ കാത്തുവെച്ചിട്ടൊന്നും കാര്യമില്ല, ജീവിതം ഉള്ളപ്പോ തന്നെ അത് ആസ്വദിക്കണം എന്ന് തീരുമാനിച്ചു. അതാണിപ്പോ ടൂറിസം മേഖലയിൽ കാണുന്ന ഈ തിരക്കിന്റെ ഒക്കെ അർത്ഥം. ഞാൻ തോറ്റുമോളെ. ഇത്രയും ഭംഗിയായിട്ടൊരു ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ച് മോള് കൂടെ ഉള്ളപ്പോ അച്ഛൻ ഈ പ്രോജക്റ്റ് തന്നെ ചെയ്യും. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരില്ലേ അനിയ? ഇപ്പൊ എന്തിനാ അത്? ചേച്ചി, ഒരു മിനിമം ഗ്യാരണ്ടി ബിസിനസ് തുടങ്ങുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. റിസ്ക് എടുത്ത് വേണം ഉയരങ്ങളിലേക്ക് കുതിക്കാൻ. ആരോടോ വാശി തീർക്കാണ് അല്ലേ? എനിക്കങ്ങനെ ആരോടും ഒരു വാശിയുമില്ല. ഇത് എന്റെ മോക്ക് വേണ്ടി ഞാൻ തുടങ്ങുന്ന എന്റെ ബിസിനസ്സാ. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിൽ കൃത്യമായൊരു വിഹിതം, ഒരു പങ്കാളിത്തം ശാന്തിക്കുണ്ടാവും. എനിക്കെന്തിനാ സാർ ഇതൊക്കെ? ഞാൻ എന്തിനാ ഇതൊക്കെ കൂട്ടിവെക്കുന്നേ? അതങ്ങനെ തന്നെ വേണം ശാന്തി. നിന്റെ കയ്യിൽ വരുന്ന പണം നിനക്കത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ തരുന്നത് എന്റെ ഒരു മനസ്സമാനത്തിനാ. ഇത്രയും കാലം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നീ നിന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് എന്റെ ഒരു പരിഹാരം, അത്രേ ഉള്ളൂ. പിന്നെ മോളെ, ഞാൻ പറഞ്ഞ ആ ബീച്ച് റിസോർട്ട് പ്രോജക്റ്റിന്റെ ടെൻഡർ എടുക്കുന്നത് ഇന്നാ. അതിന് മുൻകൂട്ടി അപേക്ഷിക്കണ്ടേ? അല്ലാതെ ഇന്നത്തെ ദിവസം ചെന്ന് ലേലത്തിന് പങ്കെടുക്കാൻ പറ്റുമോ? എന്തായാലും നിങ്ങളോടൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ലേലത്തിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ മതി. അച്ഛനും മോളും കൂടാ പോന്നേ. അതെന്തിനാ കൃഷ്ണമോളെ കൂട്ടുന്നത്? ചേച്ചി കേട്ടതല്ലേ. ഇത്രയും അറിവുള്ള ഒരാൾ വീട്ടിലുണ്ടായിട്ട് കൂട്ടായിരിക്കുന്നത് മോശമല്ലേ? അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പ്രശ്നപരിഹാരം എന്റെ മോള് പറഞ്ഞു തരില്ലേ? ലേലം പിടിക്കുന്നതൊക്കെ അച്ഛൻ വിചാരിക്കുന്ന പോലെ എളുപ്പമായിരിക്കില്ല. സംഗതി ശരിയാ. എനിക്കൊരു 10-20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ. പക്ഷെ നമുക്ക് നോക്കാം മോളെ. ഈ ലേലത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ അത് വിജയിക്കാൻ വേണ്ടി എടുക്കേണ്ട ചില ടെക്നിക്കുകളുണ്ട്. അതിന് പറ്റിയ 2-3 അണ്ണന്മാര് നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം, അവന്മാരുടെ അഡ്വൈസ് കൊടുക്കാം. എന്തായാലും നമ്മൾ പോകുന്നു, ഈ ടെൻഡർ നമ്മൾ പിടിക്കുന്നു. അക്കാര്യം മോൾ ഉറപ്പിച്ചോ? ഞാൻ പ്രാർത്ഥിക്കാം, അത്ര എന്നെ കൊണ്ട് നടക്കൂ. മതി ശാന്തി, നിന്റെ പ്രാർത്ഥന തന്നെയല്ലേ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. ഇനി അങ്ങോട്ടും നമ്മൾ സുഖമായിട്ട് തന്നെ മുമ്പോട്ട് പോകും മോളെ. അപ്പോ ഗെറ്റ് റെഡി. എല്ലാം അവസാനിപ്പിച്ചില്ലേ മമ്മി? എല്ലാം അവിടെ തകർത്തില്ലേ? മമ്മിക്ക് വലിയ വിശ്വാസമായിരുന്നല്ലോ അവളെ. അവള് നല്ലവളാണ്, ആരെയും ചതിക്കില്ല എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. ഞാൻ കുഴപ്പക്കാരിയാ, ബഹളക്കാരിയാ, ജീവിക്കാൻ അറിയാത്തവളാ എന്നൊക്കെ പറഞ്ഞ് മമ്മിക്ക് വേണമെങ്കിലേ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്താം.
എന്റെ നഷ്ടം എനിക്ക് അറിയൂ. അത് മമ്മിക്ക് മനസ്സിലാവില്ല. ഞാൻ മോളെ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞ കൃഷ്ണയോട് നീ കണക്ക് ചോദിക്കണ്ട. നിനക്ക് വേണ്ടി ആ കണക്ക് തീർക്കാൻ എനിക്കറിയാം. എനിക്ക് എനിക്ക് അവളുടെ നമ്പർ വേണം. എനിക്ക് അവളോട് ചോദിക്കണം. എനിക്ക് അവളുടെ നമ്പർ തന്നെ. മോളെ, കൃഷ്ണയുടെ നമ്പർ എന്റെ കയ്യിലില്ല. നോ, മമ്മി കള്ളം പറയാ. അവളുടെ നമ്പർ മമ്മിക്ക് അറിയാം. മമ്മിക്ക് അവളുടെ നമ്പർ തരാതിരിക്കില്ല. മോളെ, കൃഷ്ണയുടെ നമ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ആ നമ്പർ അവളിപ്പോ ഉപയോഗിക്കുന്നില്ല. ആ എങ്കിൽ അവളുടെ കൂട്ടുകാരിയില്ലേ, ആ ഓട്ടോറിക്ഷക്കാരി, അവളുടെ നമ്പർ ഇതാ. മോളെ, ഇത് ഞാൻ ക്ലിയർ ചെയ്തോളാം പറഞ്ഞില്ലേ? നീ എനിക്ക് കുറച്ച് സമയം തരൂ. ഇല്ല മമ്മി, ഇല്ല. ഈ കാര്യത്തിൽ മമ്മി എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ച മമ്മിക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ലാന്ന് ഞാൻ കരുതൂ. ആ നമ്പർ തരുന്നുണ്ടോ? ഇങ്ങോട്ട് തന്നെ. ഛെ, ആ നാശം പിടിച്ചവളെ ഫോണിൽ കിട്ടുന്നില്ലല്ലോ. മോളെ, നീ ആദ്യം ഒന്ന് റിലാക്സ്ഡ് ആവൂ. ഹേ, എന്താ പറഞ്ഞത്? റിലാക്സ് ആവാനോ? ഈ കണ്ടീഷനില് ഇങ്ങനെ പറയാൻ മമ്മിക്ക് എങ്ങനെയാ കഴിയുന്നേ? മമ്മി, നവീനും അവളും തമ്മില് അടുത്തിട്ടുണ്ടാവും. പക്ഷേ നവീൻ ആദ്യം കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്നെയാ. എന്റെ രൂപത്തിലുള്ള ഒരുത്തി. അതാണോ കൃഷ്ണ? അല്ലാതെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയെന്നോ, അല്ലാതെ മറ്റാരെങ്കിലും തോന്നിപ്പിച്ചെന്നോ അവള് പറഞ്ഞാലുണ്ടല്ലോ, ഇന്ന് അതിന്റെ തീരുമാനമായിരിക്കും. അവളെ കൊന്ന് ഞാൻ കായലെറിയും. സിത്താര ശ്രീനിവാസന്റെ വാശി അതേ പടി പകർന്നു കിട്ടിയ മോളാ പറയുന്ന. തീർത്ത് കളയും ഞാൻ അവളെ. എന്റെ നവീനെ തൊട്ടവള് ഇനി ജീവിക്കണ്ട. സാറേ, ഇതെന്ത് പറ്റി സാറേ? വിഷുവിന്റെ പൂജയിൽ പങ്കെടുക്കുന്നതും വിഷുക്കണി കാണുന്നതും ഒക്കെ വളരെ സന്തോഷത്തോടെ നോക്കി നിന്നവനാ ഞാൻ. എന്തൊരു ഐശ്വര്യമായിരുന്നു നിങ്ങൾ തമ്മിൽ. എന്നിട്ട് പെട്ടെന്ന് ഇപ്പോ ഗാഥാമേഡത്തിന് എന്താ സംഭവിച്ചത്? എനിക്കറിയത്തില്ല മോണിക്കുഞ്ഞ്. ബിസിനസ്സിലായിരുന്നെങ്കിൽ എത്ര സങ്കീർണമായ സിറ്റുവേഷൻസിനും ഞാൻ ഉത്തരം കണ്ടെത്തുമായിരുന്നു. പക്ഷെ കുടുംബജീവിതത്തിൽ ഞാൻ വലിയൊരു പരാജയമായി പോയോ? സാറിനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. ഇവിടെ വേറെ ആർക്കാ എന്തെങ്കിലും മനസ്സിലായിട്ടുള്ളത്? ഇതിനി ഒരു കാലത്ത് ശരിയാകില്ലേ സാറേ? എൻ്റെ മനസ്സിൽ അത്തരം പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു മോണിക്കുഞ്ഞ്.